ഫൈസൽ ഖാൻ്റെ കഥ എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ ഒരു അടയാളമാണ്. 2 ദിവസത്തെ യാത്രയിലും നമ്മൾ റെയിൽവേൻ്റെ പച്ചവെള്ളം മാത്രം കുടിച്ചിട്ടാണ് ഞാനവിടെ എത്തിയത്. ഡ്രൈവർ വിസ എന്ന് പറഞ്ഞ് കബളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് തന്ന വിസ വെറും ലേബർ വിസ. എന്ത് കിട്ടണ പണി അവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഷ്ടിച്ച് വലിയ വലിയ ലോറി ട്രെയിലർ വണ്ടി സിമെൻറ്റ് ഇറക്കുക 2 ആളുണ്ടാവും. അതൊക്കെ ഇറക്കി തോളിൽ വെച്ച് തോളൊക്കെ പൊട്ടും. ഞാനും എൻ്റെ ഉമ്മാനെ വിളിച്ച് കരയും, ഉമ്മ അതാണ് അവസ്ഥ ഉമ്മ. അങ്ങനെ അവിടെ ആ കമ്പനി പൊളിഞ്ഞപ്പോൾ എന്തായി, ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷങ്ങളവിടെ കിട്ടാക്കടായി. സമയത്തിന് എനിക്ക് ഇതിൽ എൻ്റെ സ്പോൺസർ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. ജയിലിൽ കിടന്ന് 3 മാസത്തെ ജയിൽവാസം എന്ന് പറഞ്ഞാൽ നമുക്ക് സൗദിയിൽ കടന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. കാരണം ഒരാൾക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക എപ്പോഴും. കാരണം 3 മാസത്തെ ജയിൽവാസം പറഞ്ഞാൽ 3 വർഷം 30 വർഷം കടന്ന ആ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അറബിയിൽ നമുക്ക് അവരത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തപ്പോൾ എൻ്റെ നിരപരാധിത്വം തെളിച്ച് എനിക്ക് അവരെ കൊണ്ട് തന്നെ നഷ്ടപരിഹാരം എനിക്ക് വാങ്ങിത്തന്നു. ആ ഗവൺമെൻറ് അങ്ങനൊന്നും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ബോംബെയിലാണത് ലാൻഡ് ചെയ്യണത്. ബോംബെയിൽ നിന്ന് നാടെത്തണം പറഞ്ഞ വഴിയില്ലേ, 10 പൈസ ഒരാളത്തുമില്ല. കാരണം കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വരും. ആ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ഈ പ്രവാസികളായ ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും. ജനങ്ങൾ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അതായത് നമ്മൾ മനുഷ്യനെ തന്നെ ചതിക്കുന്നൊരു കാലഘട്ടം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്ക് എന്താ ഏജൻസിക്ക് കിട്ടാൻ പോകുന്നു? ഒരു ചെറിയ പൈസക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ അടുത്ത് പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ട് പറ്റിക്കുന്ന ഒരു കാലമാണ്. അത് എത്ര കാലം നിലനിൽക്കാൻ പറ്റും? എൻ്റെ ലക്ഷ്യം എൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം. എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ ബാധ്യതകൾ തീർക്കണം.